കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് ഒരു പുതിയ ഓയിൽ മില്ലാട്ടാണ്. ഒരു ഓയിൽ മില്ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയതായിട്ട്. അപ്പൊ അതിന്റെ കൊപ്ര കട്ടറും അതുപോലെ തന്നെ ഡ്രയറും പിന്നെ നമ്മളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ എക്സ്പിലർ, പിന്നെ മോട്ടർ, പാനൽ ബോർഡ്, ഷാർട്ടർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ കുന്നംകുളത്തു നിന്നാണ്. പൈനിയർ ഏജൻസി രമേശ് ഏട്ടനാണ് ചെയ്യുന്നത്. ഷർമ്മയുടെ AV ഡ്യൂട്ടി എക്സ്പിലറാണ് പിന്നെ അവിടെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രയറിന്റെ കട്ടറിന്റെ വിശേഷങ്ങൾ കിടക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് പിന്നെ ഇലക്ട്രിക്കൽ ഡ്രയർ അല്ല, കത്തിക്കുന്ന ഡ്രയറാണ്. പിന്നെ കത്തിക്കുന്ന ഡ്രയറാണ് കൊണ്ടുവന്നത്. ഏകദേശം ഒരു 800 തേങ്ങ കൊള്ളുന്ന ഒരു ഡ്രയറാണ് കൊണ്ടുവന്നത്, ട്രേ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ കത്തിക്കുന്ന ഡ്രയറിന് പലരും നമ്മളെ വിളിക്കുമ്പോൾ പിന്നെ ചോദിക്കാറുണ്ട് ഇതിൽ എന്താ കത്തിക്കാന്ന്. അപ്പോൾ നമ്മളിതിൽ കത്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും കത്തിക്കാം. ചർക്ക, ചകിരി, വിറക്, എന്താണ് നമുക്ക് അവിടെ കത്തിക്കാനുള്ളത് എല്ലാ സാധനവും കത്തിക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു 3 വട്ടമാണ് ഇത് കത്തിച്ചു കൊടുക്കല്, രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരത്തെ. അങ്ങനെയാണ് ഇതിൻ്റെ കത്തലിൻ്റെ സിസ്റ്റം. അപ്പോൾ അത് പലരും വിളിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഇതിൽ എന്താ കത്തിക്കുക, ഇതിൽ എത്ര വട്ടം കത്തിക്കണം എന്നൊക്കെ. ഡ്രൈവർക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 800 തേങ്ങ നമ്മളിപ്പോൾ ഒരു റെയിലിൻ്റെ മോള് വെച്ചിട്ടുണ്ട് വണ്ടിയിലേക്ക് കയറ്റാനുള്ള സൗകര്യത്തിന്. അതാണ് ഇത്ര ഹൈറ്റ് തോന്നിക്കുന്നത്. ഇത് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല, 4.5 അടി ഹൈറ്റാണ് ഈ സാധനം ഉള്ളത്. ഏകദേശം 4 അടി വീതി, പിന്നെ 4 അടി വീതി, 4.5 അടി നീളമാണ് ഈ പിന്നെ ഡ്രൈവർ വരുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളിതിൽ 8 ട്രെയിൻ അടിച്ചിട്ടുള്ളത്. ഈ സൈഡിൽ 4, ഈ സൈഡിൽ 4. നമ്മളിതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഡ്രൈവറിൽ ഇങ്ങനെ വലിച്ചെടുക്കാവുന്ന സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ 4, ഈ സൈഡിൽ 4. അതുപോലെ തന്നെ ഇതിൽ നമ്മളൊരു ട്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൊപ്പര നുറുക്കാൻ, അതുപോലെ തന്നെ ചെറുകിട സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പോലെ ട്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ 800 നമുക്ക് കൂട്ടിയിട്ട് ഉടക്കുന്ന സിസ്റ്റത്തിൽ ചെയ്യാം, ഒറ്റ ട്രേ ആയിട്ട്. അപ്പോൾ അതിൽ ഒറ്റ ട്രേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഈ സൈഡിൽ 2 അടിക്കുക, ഈ സൈഡിൽ 2 അടിക്കുക, ഇതിൽ 3 അടിക്കുക, ഇതിൽ 3 അടിക്കുക. ഇപ്പോൾ ഈ 800 നമുക്ക് 4, ഈ ഓരോ സൈഡിലും 4 ട്രേ വരെ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിൽ കൂടുതൽ അടിക്കാൻ പറ്റില്ല. അപ്പോൾ 8 ട്രേ ആയിട്ടാണ് നമുക്ക് 800 ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ അടിക്ക് ട്രേ എത്ര വേണമെങ്കിൽ കുറക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഒരു ഡോറ് വെച്ചിട്ടുണ്ട്, അവിടെ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ബർണർക്ക് കിടക്കുമ്പോൾ നമ്മളെല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ ഇതിൽ 6 mm തിക്കൻസുള്ള ടാറ്റയുടെ പൈപ്പാണ് വെച്ചിട്ടുള്ളത്. ഒരു കാസ്റ്റഡ് ഇരുമ്പ് പോലുള്ള പൈപ്പാണ്. അങ്ങനെ ഇങ്ങനെ ഇത് ഓട്ടപ്പുടെ കാര്യങ്ങൾ ചെയ്യില്ല. 13 ഇഞ്ച് വട്ടുണ്ട്, 6 mm തിക്കൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഈ കത്തിക്കുന്ന ഡ്രൈവറിൻ്റെ പിന്നെ ചെറിയ വിശേഷങ്ങൾ. പിന്നെ നമ്മളിതിൽ 500 ചെയ്യുന്നുണ്ട്, 300 ചെയ്യുന്നുണ്ട്, 150 ചെയ്യുന്നുണ്ട്, 1000 ചെയ്യുന്നുണ്ട്, 1200 ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് 800 തേങ്ങ ഡ്രൈവറാണ്. അതുപോലെ തന്നെ നമ്മുടെ കട്ടറിലേക്ക് കടക്കുമ്പോൾ കട്ടറിൽ നമ്മൾ മോട്ടർ വെക്കുന്നുണ്ട്. മോട്ടർ അവിടെ സൈറ്റിൽ ചെന്നിട്ടാണ് മോട്ടർ വെക്കുക. ഇവിടുന്ന് മോട്ടർ വെച്ച് കൊടുക്കുന്നില്ല, അവിടെ എക്സ്പിലറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമുക്കിത് ഒരു മണിക്കൂറിൽ ഒരു 250 കിലോ നുറുക്കാൻ പറ്റാവുന്ന ഒരു ഹെവി കൊപ്ര കട്ടറാണിത്. ഒറ്റ മണിക്കൂറിനുള്ളിൽ നമുക്ക് 250 കിലോ നുറുക്കിയെടുക്കാം. നമ്മൾ കൊപ്പറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ചീർപ്പും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അരി പൊടിക്കുന്ന എക്സ്പിലറിനുണ്ടാവുന്ന പോലെ ഒരു ചീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ കൊപ്പര ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നുറുങ്ങിയിട്ട് ഇവിടെ ഡോറ് വെച്ചിട്ടുണ്ട്. ഈ ഡോറ് വെച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നുറുക്കിയിട്ട് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് നമ്മൾ പട്ടാമ്പിയിലാണ്. പട്ടാമ്പി പൊന്നാനി റോഡിൽ, പൊന്നാനി എടപ്പാട് തീർത്ഥാടന റോഡിലാണ് നമ്മുടെ ലൊക്കേഷൻ ഉള്ളത്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയർ ചെയ്യുന്നുണ്ട്, അതുപോലെ കത്തിക്കുന്ന ഡ്രയർ, അതുപോലെ തന്നെ കൊപ്ര കട്ടറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ ബന്ധപ്പെടാം. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി വന്നിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റുന്നത് കാണാം. അപ്പോൾ